ഓ മൈ ഗോഡിന്റെ ഈ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഭർത്താവിന് ഒരു കിടിലം പണിയൊരുക്കാൻ ശ്രമിക്കുകയാണ് ഭാര്യ. ഇപ്പൊ നമ്മൾ വിളിച്ചാൽ പുള്ളിക്കാൻ എത്ര സമയം വേണം ഇവിടെ എത്താനായിട്ട്? ഇവിടെ ഈ സ്ഥലം 10-20 മിനിറ്റിനുള്ളിൽ വീട്ടിലുണ്ടോ ആള്? വീട്ടിലുണ്ട്. സഡനായിട്ട് ഇറങ്ങി വരുമല്ലോ അല്ലേ? ഇങ്ങനെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങി വരും. ഈ സൈഡിൽ നിന്നായിരിക്കും നമ്മൾ ക്യാമറ വെക്കുന്നത്. എങ്ങനെയാണ്? ഇവിടുന്ന് ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് വരുമ്പം നമ്മൾ ഒരു കാരണവശാലും ക്യാമറയെ കയറി മറയരുത്, മാസ്ക് ആവരുത്. പിന്നെ ഒരു കാര്യം സാർ, നല്ല ആളെന്ന് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആയിക്കോണം. നിങ്ങൾ മാസ്ക് നമ്മൾ അഥവാ കിട്ടില്ല, പുള്ളിക്കാരനെ എങ്ങനെ ക്യാമറയിൽ കിട്ടണം. അതിനായുള്ള കരുനീക്കങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഔദ്യോഗികമായിട്ട് വേറൊന്നല്ല, നമ്മളെ സലാം പി ഷാജി എന്ന വ്യക്തിയെ പ്രാങ്ക് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം എനിക്കാണെന്ന് അറിയിക്കുന്നു. പ്രസ്തുത പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്നും അത്തരം സന്ദർഭം ഉണ്ടായാൽ അതിന്റെ നഷ്ടപരിഹാരവും പൂർണ്ണ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നതായി ഇതിനെ അറിയിക്കുന്നു. നമ്മളെല്ലാവരും നമ്മൾ അതിനു മുമ്പ് പറയണമെന്നുണ്ട്. ഈ ഷൂട്ട് നടക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളതുണ്ട്. കാണാം ഇവിടെ സംഭവിക്കാൻ പോകുന്ന ടോപ്പ് സർപ്രൈസുകൾ എന്തൊക്കെയാണെന്ന്. നമസ്കാരം. അപ്പോൾ നമ്മളിപ്പം കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ അനുവിൻ്റെ ഹസ്ബൻഡ് സലാമിനാണ് ഇന്ന് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. അനു പഞ്ചായത്തിൽ, അതായത് പഞ്ചായത്ത് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് വീട് വീടാന്തരം നമ്മൾ കയറി ഇറങ്ങി എന്ത് നമ്മൾ കരവടയ്ക്കുന്ന രസീത് കളക്ട് ചെയ്യുന്ന ഒരു സംഭവത്തിനായിട്ട് വരികയാണ്. കൂടെ അതേ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്നതാണ് നമ്മുടെ പാർവതി. അങ്ങനെ രണ്ടും കൂടെ വരുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ വീടുകളിലായിട്ടല്ലേ പോകുന്നത് അല്ലേ? അങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ ഇവിടുത്തെ ഗൃഹനാഥനാണ് രജിത്തിൻ്റെ വൈഫാണ് നമ്മളെ വിനീത. അപ്പോൾ വിനീത ഇവിടെ ഇല്ല. ആ സമയം നോക്കി ഇവർ വന്ന് കയറുകയും രജിത്ത് ഇത്തിരി ഞരമ്പനായിട്ടാണ് ഇതിനകത്ത് അദ്ദേഹം കയറി അനുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഹസ്ബൻഡിനെ വിളിച്ച് വരുത്തിക്കുന്നത്. അപ്പോൾ ഇതൊരു വിവാഹ വാർഷികത്തിന് സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനാണ് അല്ലേ? ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ വർക്കിന് ഇറങ്ങുമെന്നുള്ളത് അല്ലേ? ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അനു. അപ്പം നമുക്കിത് പ്രാങ്ക് ചെയ്യാനുള്ള ആള് എന്നെ വിളിക്കാൻ പോവാണ്. അപ്പോൾ സലാമിനെ വിളിക്കാൻ പോകുന്നു. വിളിക്കാം. ലൗഡ് സ്പീക്കർ ഇടണേ. ഹലോ ഹലോ, നിങ്ങൾ എവിടെ ഉണ്ട്? ഞാൻ വീട്ടില്. ഞാൻ പിള്ളേരെ വിളിക്കാൻ പോന്നു. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരുമോ? ഇവിടെ ഒരു ചെറിയ വിഷയമുണ്ട്. എവിടെ? നീ എന്നാ പറയുന്നേ? ഞാൻ ഇവിടെ ഫീൽഡിൽ വന്നപ്പോ എനിക്ക് ഇവിടെ വീട്ടിൽ വെച്ചിട്ട് എനിക്ക് മോശമായിട്ടൊരു പെരുമാറ്റം ഉണ്ടായി. ഒന്ന് വരുമോ ഇവിടെ വരെ? നീ എവിടെ ഉള്ളേ ഇപ്പം? ഞാൻ ഇപ്പൊ ലൊക്കേഷൻ ഇട്ട് തരാം, ഒന്ന് വരാവോ? നീ അവിടെ തന്നെ. ഞാൻ ഇപ്പൊ വരാം. ശരി. ലൊക്കേഷൻ ഓ അടിപൊളി. അപ്പം ലൊക്കേഷൻ ഇപ്പം അയച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ സലാം വന്നിട്ട് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. ഞാൻ ഇവിടെ കയറി വന്ന് ഈ പേപ്പർ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പില്ലേ, ആ ചേട്ടൻ എന്നെ അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞ എന്നെ നിർബന്ധിച്ചു. എന്നിട്ട് എന്നെ കയ്യാലൊക്കെ കയറി പിടിച്ചു. സിറ്റി പെരുക്കാനായിട്ട് സിറ്റി പെരുക്കാൻ വന്നപ്പോ ഇവിടെ വേണ്ട വിഷയം ഈ ചേച്ചിയുടെ കയ്യിൽ കയറി ഇതിന്റെ ആള് പിടിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. ഞാൻ അങ്ങനെ അപ്പുറം ഇപ്പുറം ആളില്ലെന്ന് പറഞ്ഞ് എന്ത് തോന്നിയ കാണിക്കാം. വീട്ടുകാരൊക്കെ അവിടെ പോയി കൈ കയറി പിടിച്ചു. ഞാൻ വന്നല്ലോ. എന്നാ സംഭവം ഏട്ടാ? ഇവിടെ വന്നിട്ട് ആരും ഒരാളെ പേര് ചോദിച്ചു, പഞ്ചായത്ത് എന്തിന്റെ കാര്യം എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു കൊച്ചാ ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ കൊച്ചിന് ബുദ്ധിമുട്ടായി. പേപ്പർ തന്നിട്ടും വരുമ്പോൾ കൊടുക്കാൻ പറഞ്ഞു മോലാട് വരുമ്പോൾ. അങ്ങനെ തന്നപ്പോ ഇങ്ങനെ കൈ തട്ടി. ഒപ്പിടാൻ ചോദിച്ചപ്പോ എവിടെ ഒപ്പിടണം ചോദിച്ചു. അപ്പൊ ഇങ്ങനെ അടുത്തോട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഒപ്പിട്ട് തരേണ്ടത് ഉടനെ. അപ്പൊ ഇങ്ങനെ പിടിച്ചു. സ്ത്രീകളുടെ കൈ കയറി പിടിക്കുക അതിലൊരു സാമാന്യ മര്യാദയല്ല. ഒരു സ്ത്രീ ഇവിടെ വരുമ്പോ താൻ അവരുടെ കൈ കയറി പിടിക്കുകയാണോ ചെയ്യേണ്ടത്? ഉത്തരം പറയട്ടെ. അതല്ല പുള്ളി പറയട്ടെ. ഈ അണ്ണാച്ചി വന്നത് കണ്ട എന്റെ ഭാര്യ ഇവിടുന്ന് രക്ഷപ്പെട്ടു. ഞാൻ അങ്ങനെ ഒരു മനുഷ്യനല്ലേ? ഞാൻ
നിങ്ങൾക്ക് കെട്ടിയോളൊന്നുമില്ലേ? ഒന്നു അല്ല നിങ്ങളുടെ കെട്ടോടെ കൈ ഞാൻ കയറി പിടിച്ചാൽ നിങ്ങൾ സമ്മതിക്കും? ആർക്കെന്റെ മണ്ടേ മുളകി അത് ശരി. എനിക്ക് പിടിക്കാം. അപ്പൊ എന്റെ കെട്ടോടെ കൈ കയറി പിടിക്കാം അല്ലേ? എനിക്ക് ചോദിക്കാൻ സൗകര്യം ഞാൻ ആൾക്കാരുണ്ട്. നിങ്ങളെ ദേഹത്തോട്ടല്ല ഇങ്ങനെ തൊട്ടെന്നുള്ളത് വാസ്തവം. അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെ കൈ തട്ടി പിടിച്ചു. അതുകൊണ്ടല്ലേ അങ്ങനെ ഞാൻ പിടിച്ചില്ല. കാണിച്ചത്. ഒരു പെണ്ണും നീ അടി കൊടുത്തില്ലേ നീ? ഞാൻ ചേട്ടക്കടുത്ത് കൊടുക്കണ്ടത് നീയാ? ഞാന്. അടി കൊടുത്തല്ല ഞാൻ അങ്ങനെ ചെയ്തില്ല ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ ഇങ്ങനെ തൊട്ട് എന്നുള്ളത് കയ്യിൽ തൊട്ട് പോയി. നീ എവിടെ തൊട്ട്? നീ എവിടെ തൊട്ട്? കയ്യിൽ ഇങ്ങനെ വെള്ളി തട്ടി അത് ഞാൻ ചെയ്യത്തില്ല അനു, നീ കൂണ്ടാവും. ഞാൻ ഒന്നും ചെയ്യത്തില്ല. അല്ല പക്ഷേ ഈ ചേട്ടൻ വന്നപ്പോ ഞാൻ രക്ഷപ്പെട്ടു. ഞാനൊന്നും ചെയ്യത്തില്ല. ഇയാൾ ഇനി ഇത് ചെയ്യരുത്. അതെന്നാണേലും അങ്ങനെ ആരുടെ ചെയ്യാൻ പാടില്ല. ശരിക്കും ഒരാള് വീട്ടിൽ വരുമ്പോ അയാളുടെ അപമര്യാദയായിട്ട് പെരുമാറുകയാണോ വേണ്ടത്? ഞാൻ അതാണ് ചോദിച്ചത്. വന്ന് പറഞ്ഞ കുട്ടിയുടെ വെള്ളം വേണോ ചോദിച്ചില്ലേ? വെള്ളം വേണോ ചോദിച്ചു. കളിച്ചിട്ടുണ്ട്. കണ്ട്. ഞാൻ യവൻ എന്തേലും ഉണ്ടെന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. പറഞ്ഞു, നോക്ക് വെള്ളം നോക്ക്. ഉണ്ടെന്ന്. യവന് മദ്യത്തിന്റെ മണമുണ്ട്. നീ പോ. ഒരു സിറ്റി തരാൻ പറഞ്ഞപ്പോ നീ തന്നില്ലല്ലോ. ഇപ്പൊ അനുഭവിച്ച ഞാൻ പറഞ്ഞു ഞാൻ സൗകര്യം വന്ന് അവിടെ ഇരുന്ന് അപ്പം ഒരു ആദിത്യ മര്യാദ പോലീസിനെ വിളിച്ചോ? പോലീസൊന്നും വേണ്ട. പോലീസ് വേണ്ട. അവര് വരട്ടെ. പോലീസ് വരട്ടെ. പോലീസ് വേണ്ട. പോലീസ് വരട്ടെ. പോലീസ് വരട്ടെ. അല്ല നിങ്ങൾ എന്താണ് ഇപ്പൊ കാണിച്ചത്? ഞാൻ ഒന്നും കാണിച്ച വെള്ളം കൊടുത്ത തെറ്റാണ്. വെള്ളം കൊടുത്ത കാണിക്കുന്നത് ഇതെവിടെ നിന്ന് വരുന്നത്? അത് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളത് തന്നെ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച. ചേച്ചി ഓടി വാങ്ക. എങ്കിൽ സൗകര്യം ആ ചേച്ചി വിടാത്തത് അത് എന്താടാ അത്? അല്ല വെളുവല്ല നല്ല ചന്തമുണ്ട്. സഹോദരി, നിങ്ങളൊക്കെ എന്ത് വിശ്വസിച്ചാണ് ഇമാതിരിയുള്ള ഈ വട്ടൻ ചട്ടകളുടെ ഒക്കെ വീട്ടിലോട്ട് വന്ന് കയറുന്നത്? നിങ്ങൾ ഓരോരോ ഒരു വീട്ടിൽ പോയി മര്യാദ ഇല്ല കൂടെ. നിനക്ക്. ഇതാണ് ഇവൻ. എനിക്ക് വേറെ വഴിയാണ്, ഇത്തക്ക് വേറെ വഴിയാണ്. ഇവൻ ഈ ഞരമ്പൻ എന്റെ ഭാര്യയുടെ കൈ കയറി പിടിച്ചു. ഇത് കണ്ടോ വെള്ളിന്റെ പാട് കിടക്കുന്നുണ്ടോ? അയ്യോ കിടക്കുന്നുണ്ടോ? ഞാൻ വെള്ളം തൊട്ടേ ഉള്ളൂ. എന്നിട്ട് എന്നോട് പറയണേ ഇവിടെ ചേച്ചിയില്ല, ഒന്ന് കുറച്ചു നേരം ഒന്ന് എനിക്ക് ചോറ് വിളമ്പി തരാം. നീ അതെപ്പോ പറഞ്ഞത്? നീ എപ്പോഴാ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ചോറ് വേണമെന്നാണ് ചോദിച്ചത്. നിന്നെ ഞാൻ ഊട്ടിച്ച് കിടത്താം. വേണ്ട. അനു പൊന്നെ, please. ചേച്ചി ഇങ്ങോട്ട് ഞാൻ ഊണ് വേണമെന്നാണ് ചോദിച്ചത്. ഊണ് വേണോ? വേണം, നമുക്ക് കഴിച്ചിട്ട് പോകാം. ആള് വന്നു കേട്ടാ. നീ അയ്യങ്കാളി അയ്യങ്കാളി വരട്ടെ. ഇവിടെ എന്ത് എല്ലാരും എന്ത് ബഹളം? നിങ്ങളെ ഈ വീട്ടിൽ ആറ്? ഞാൻ ഇയാളെ ഭാര്യ. നിങ്ങൾ കേൾക്കണം. പൊണ്ടാട്ടി വന്ന് പറഞ്ഞു ചേച്ചി എന്നായിട്ടാണോ ഞാനിവിടെ ഡിമാൻഡ് പേപ്പർ കൊടുക്കാൻ വേണ്ടി വന്നപ്പോ ഈ ചേട്ടന്റെ കൈ കയറി പിടിച്ചു. ഞാൻ പഞ്ചായത്തിൽ നിന്ന് വന്നതല്ലേ, ഞാൻ എന്റെ ഉപജീവന മാർഗം തേടി വന്നതല്ലേ, എന്നോട് അങ്ങനെ ചെയ്യാമോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്റെ ദേഹത്തോളി സഹോദരി, നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. ഇതെന്റെ ഇക്ക. എന്റെ വൈഫാണിത്. ഈ കൊച്ചു ഇവിടെ നോട്ടീസ് വിതരണം ചെയ്ത് വന്നതാ. നിങ്ങളുടെ ഭർത്താവില്ലേ എനിക്ക് വയ്യ, ഇത് എന്തോന്ന് ഇതൊക്കെ? അല്ലേ? നിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്താ മനുഷ്യ? ഞാൻ ഇന്നുവരെ നിന്റെ ദേഹത്തോട്ടിട്ടുണ്ടാ? ചെയ്തു. ഞാൻ അങ്ങനെയാണ് പിന്നെ അന്യ സ്ത്രീയുടെ ദേഹത്തോർന്ന്. ഇത് കണ്ടോ? ഇത് കണ്ടോ? എന്റെ വൈഫിന്റെ കയ്യെ കയറി പിടിച്ച കണ്ടോ? ഇത് കണ്ടോ? 5 പേരിൽ പഞ്ഞു നടക്കുന്ന നാണക്കേട്, ഈ നാട്ടുകാര് മൊത്തം. നടക്കേണ്ടെന്ന് പറഞ്ഞാൽ മതിയാ. പറഞ്ഞ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ കയറി പിടിച്ച എന്തായിരിക്കും അവസ്ഥ? പോളിസിനെ വിളിച്ച് പോളിസ് ഇടിച്ച് ഞാൻ ഉടനെ ഇങ്ങനെ നാണം കെടുത്തും. നിങ്ങൾ അങ്ങനെ ചെയ്താ മനുഷ്യ? നീ എങ്കിലും ഒന്ന് വിശ്വസിക്കും. ഞാൻ കാര്യം പറയാം. ഇതുപോലെയുള്ള ഞരമ്പിനൊക്കെ വീട്ടിൽ പൂട്ടിയിടും. ഇല്ലല്ലോ നാട്ടുകാർ ഒരു കഴിവൊക്കെ ഇവനൊക്കെ. കേസ് ഒന്നും കൊടുക്കല്ലേ, കേസ് ഒന്നും കൊടുക്കല്ലേ. അയ്യോ, ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. കൊള്ളണം. ആരായിരുന്നാലും കൊള്ളും. ചേച്ചി ഒന്നും ചെയ്യണ്ട. ഞാൻ ഒന്നും ചെയ്തില്ല, സത്യമായിട്ടൊന്നും ചെയ്തില്ല. നീ ചെയ്താ ഒന്ന് പറയടി. നിന്റെ പൊണ്ടാട്ടിയാണ് ഇതുപോലെ ചെയ്തെങ്കിൽ നീ വിടുവടാ. നീ വിടുവോ? കൊല്ലുന്നുണ്ട്. അത് ശരി. അപ്പൊ നിന്റെ മോരെ തൊടുമ്പോ നിനക്ക് ഭയങ്കര പഠിക്കില്ല.
അവൻ അണ്ണാന്ന് വിളിച്ചോണ്ട് നിൽക്കുന്നു. പറയുന്ന ഒരു കാര്യം പറ, സൗകര്യം എന്തോ പറയാനുണ്ട്. ഇതുണ്ടല്ലോ ഇത് ഇവിടെ നടന്ന അനു സംഭവമല്ല. നീ ഒന്നും മിണ്ടണ്ട. സംഭവമല്ല. അനു ഡോണ്ട് വറി. അല്ല പറയുന്ന സൗകര്യം പറയുന്ന ഇവിടെ നടന്ന സംഭവമല്ല. ഇത് ഞങ്ങള് ക്രിയേറ്റ് ചെയ്തതാ കൗമുദി ടിവിക്ക് വേണ്ടിട്ട്. ഓ മൈ ഗോഡ് പ്രോഗ്രാം. ഓ മൈ ഗോഡിലെ പ്രോഗ്രാമാണ്. നമ്മൾ പേട്ടേന്ന് വന്നിട്ട് ഇങ്ങനെ ചെയ്തതാ. നിങ്ങൾക്ക് ഒരു സർപ്രൈസ് സർപ്രൈസ് എന്തോ വെഡിങ് ആനിവേഴ്സറി ആണ്. അവിടെ അവിടെ ഇരിക്കുന്നു. രാവിലെ ആള് വന്ന് എല്ലാം സെറ്റ് ഞങ്ങളെല്ലാം സെറ്റ് ആക്കി ഇതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കാരണം ആനിവേഴ്സറി ആണ്, സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞ് സഹോദരനും കൂടെ. പ്രതീക്ഷിച്ചില്ലല്ലേ? സാറേ ക്യാമറ കഴിച്ചാ നിങ്ങളാ ഞാൻ അതാണ് മാസ്ക് വെച്ച് നിങ്ങൾ പെട്ടെന്ന് പിടിക്കുമെന്ന് വെച്ചിട്ട് നിങ്ങൾ പരിപാടി കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയായത്. കൊള്ളാനു നന്നായിട്ടുണ്ട്. ഇങ്ങനെ എന്നാ വേണം ഇവിടെ പരിപാടിയല്ലേ നമ്മളൊരു പരിപാടി എന്നാ പരിപാടി. അനു നീ ഒരു കാര്യം മനസ്സിലായി. നീ ഇങ്ങോട്ട് നീങ്ങുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എത്ര നാളെ അനു എൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? 13 വർഷം. എത്ര വർഷമായി? 13 വർഷം. നമുക്കൊരു വിലയുണ്ട് ഇല്ലേ? ആ നിലയും വിലയും മറന്നിട്ട് എന്നെ ഇങ്ങനെ ഫൂളാക്കിയത് അത് ഞാൻ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വേണ്ട. സ്പോർട്സ്മാൻ സ്പീഡിൽ എങ്ങനത്തെ പറയാ? അല്ല അണ്ണാ അത് പറയല്ല അണ്ണാ. എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, എനിക്ക് നിങ്ങളോട് ബഹുമാനമുണ്ട്. പ്ലീസ് ഇതിനകത്ത് ഇടപെടരുത് കേട്ടോ. നീ വളരെ ചീപ്പായി. സോറി. നീ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാള്. ഞാൻ ഇനി എങ്ങനെ നാളെ അതല്ലല്ലോ നീ എന്നെ ഇങ്ങനെ നാണം കെടുത്തിയിട്ട് അണ്ണാ സോറി എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സോറി കേട്ടോ അണ്ണാ. എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സോറി വെക്കുന്നു. സോറി അണ്ണാ സോറി. നിനക്ക് തരാം, ഞാൻ തരാം. എടി നിന്റെ വർത്തമാനം കേട്ട് ഞാനുണ്ടല്ലോ ഈ മനുഷ്യനെ ഈ മനുഷ്യനെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നറിയോ? അത് കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോ. വൈഫ് കുറെ നാളുകൊണ്ട് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മളെ പിടിച്ചിങ്ങനെ നാണം കെടുത്തുന്നാണോ എന്റെ രീതി? വെഡിങ് ആനിവേഴ്സറി പെങ്ങളെ നിങ്ങളെ വിളിച്ച് നമ്മൾ നാണം കെടുത്തുന്നാണോ എന്റെ രീതി? പരിപാടി പരിപാടി കാണുന്നുണ്ടാണ്. അത് നിക്കട്ടെ അണ്ണാ. അനു നീ അനു നീ അണ്ണാ ഇത് നിങ്ങൾ എവിടുന്നാ വന്നേ? നിങ്ങൾ ഒരാള് വിളിച്ച അപ്പൊ തന്നെ അവിടുന്ന് ചാടി ഓടി വരുവാണോ ചെയ്യണം? അങ്ങനെയല്ല, അതിന് എഗ്രിമെന്റ് വെക്കും. ഞങ്ങൾ എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് ഇവിടം വരെ വരാൻ നിങ്ങൾക്ക് ഒരു ചെലവില്ലേ? എന്റെ അനുവാദം ഇല്ലാതെ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യും. എന്റെ അനുവാദം ഇല്ലാതെ നിങ്ങൾ ഈ സാധനം ടെലികാസ്റ്റ് ചെയ്യും. നിങ്ങൾ എന്ത് അർത്ഥത്തിൽ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യും? എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾ ടെലികാസ്റ്റ്? ഞാൻ പറയട്ടെ, അങ്ങനെ വന്നാൽ കാരണം അത് ടെലികാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് നിങ്ങളെ വൈഫ് ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്, ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഇതിന് ചെലവെല്ലാം ഉണ്ടാവുമല്ലോ. ഉണ്ടാവുമല്ലോ. നീ അത് എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്താണ്ടാ മതി. അയ്യോ അങ്ങനെയല്ല കേട്ടോ. പ്രോഗ്രാം കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ പ്രോഗ്രാം എല്ലാം ഞാൻ കാണുന്നതാണ് സാർ. നിങ്ങളുടെ എല്ലാ എപ്പിസോഡും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുന്നതാണ്. പക്ഷെങ്കിൽ ഈ കാണിച്ച വളരെ മോശമായി. മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഒരാൾ വിളിച്ചാല് നിങ്ങൾ ഓടി വരുവാണ് ചെയ്യേണ്ടത്. വിളിക്കാതെ വന്ന് ചെയ്യാൻ നിങ്ങളൊരു കാര്യം ചെയ്യും. ഇതിന് വന്ന ചെലവും മറ്റു കാര്യങ്ങളൊക്കെ അവളോട് തന്നെ നിങ്ങൾ അങ്ങ് മേടിച്ചോ. ഈ സാധനം ടെലികാസ്റ്റ് ചെയ്യുന്നത് അത് എനിക്കൊന്ന് കാണണം. ഈ സാധനം നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം. നീ മിണ്ടരുത്. നിനക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നല്ലോ. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ വെറും ഫൂളാക്കേണ്ട ആവശ്യം നിനക്കുണ്ടായിരുന്നോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക. എന്നാ വൃത്തിയാണ് നീ കാണിച്ചത്. നിങ്ങൾ ആദ്യമേ ചോദിച്ചത് വിഷയാവും. ഞാൻ ചോദിച്ചില്ലേ എന്നാ എഗ്രിമെന്റിലോ? നീ എന്താന്ന് വെച്ചാൽ ചെയ്തോണം. ഇതിനകത്ത് എനിക്ക് ഒരു ഉത്തരവാദിത്വം. ഞാനൊരു കാര്യം പറയാം സാറേ. എനിക്ക് നിങ്ങളുടെ സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. നിങ്ങളുടെ എല്ലാ എപ്പിസോഡുകളും ഞാൻ കാണുന്നതാണ്. എനിക്ക് നിങ്ങളുടെ എല്ലാ എപ്പിസോഡും ഇഷ്ടമാണ്. ഞാനൊരു കാര്യം പറയാം. ഇതിന് വേണ്ട എന്തൊക്കെ നിങ്ങൾക്ക് ചെലവുണ്ടോ അതെല്ലാം അനു തന്നോളൂ. അങ്ങനെ തന്നെയാണ്. എന്തായാലും ഞാനില്ല. നമ്മളെ
സംസാരിച്ചോണ്ടിരിക്കില്ല ചേട്ടാ ഇത്രയും അത് മാത്രല്ല ഈ മനുഷ്യണ്ട് ഞാൻ എന്ത് മാത്രം നമ്മളെ പ്രോഗ്രാം കാണുന്നില്ല അപ്പൊ അറിയാലോ. ഒരു കാര്യം കുഴപ്പമില്ല ചെയ്യുമ്പോഴത്തേക്കും- കുഴപ്പമില്ല അല്ല എന്നാലും ഇവക്ക് എന്നോടൊന്ന് പറയണ്ടേ അത് പറഞ്ഞ നമ്മൾ ഈ പ്രോഗ്രാം കാണുന്നില്ല എന്നോടൊന്ന് ചോദിക്കാവോ അതെ അങ്ങനെ ചെയ്യാൻ പറ്റൂല കേട്ടോ ചേട്ടാ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് അതല്ലേ ഇതിനകത്തെ പ്രശ്നം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതെ വേട്ടാ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ് എനിക്ക് ഞാൻ സമ്മതിച്ചു എന്നെ വിളിച്ച് ഇങ്ങനെ നാണം കെടുത്തി കഴിഞ്ഞാൽ നാളെ ഞാൻ എങ്ങനെ നാണക്കേടായിട്ട് എന്നെ നാളെ ഞാൻ കാണാൻ എങ്ങനെ അവരുടെ അടുത്ത് അവർ മുന്നിൽ പോയി നിങ്ങൾ നിൽക്കും? പറയുന്നതിന് കുറച്ച് നമുക്ക് യോജിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ പറ്റുമല്ലോ ഇതിനകത്ത് പറ്റും പക്ഷേ യോജിക്കാൻ ഇതിനകത്ത് പറ്റുമല്ലോ പറ്റും ഞാനും ചോദിക്കുന്നുള്ളൂ അതിന്റെ നഷ്ടം എന്താന്ന് വെച്ചാൽ ഇവള് തരട്ടെ അങ്ങനെ പറയല്ലേ അനുമോൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല പ്ലീസ് എന്നെ ഇതിനകത്ത് നീ ആദ്യമേ ബലിയാടാക്കരുത് അനു ഇതിനകത്ത് എന്നെ നീ ബലിയാടാക്കരുത് എനിക്കിതൊന്നും അറിയില്ല പ്ലീസ് നിങ്ങൾ പറഞ്ഞ 1.5 ലക്ഷം രൂപ പ്രശ്നം നിങ്ങൾ ആരാ വിളിച്ചേ നിങ്ങൾ ആര് വിളിച്ചിട്ടാ വന്നത് അനു നിങ്ങൾ ഇവർ ഒന്നടങ്കം പറഞ്ഞ നീ വിളിച്ചിട്ടാ ഇവര് വന്നത് അല്ല അനു കൊടുക്കും അനു തരും നിങ്ങളുടെ ഞാൻ എന്റെ ഏതായാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാലും ഞാൻ അങ്ങനെ അനു വിചാരിച്ചു സപ്പോർട്ട് ഞാൻ ചെയ്യത്തില്ല ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല സപ്പോർട്ട് ചെയ്യൂന്ന് പറഞ്ഞുകൊണ്ട് നീ ഈ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണുന്ന ഇതിന്റെ എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്യാൻ പറ്റും അനു ഇപ്പൊ തന്നെ നീ എന്നാന്ന് പറയാൻ എന്നെ വിളിച്ചു വരുത്തിയത് എന്താ എന്റെ കൈ കുറത്തം കയറി പിടിച്ചു അതാണോ ഈ തമാശ എന്ന് പറയുന്നത് അതാണോ അനു നമ്മളെ അന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അന്ന് ചോദിച്ച ഒരു കാര്യം എന്തുവാണ് ഇതിനകത്ത് പുള്ളിക്കാരൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് അല്ല സാറേ ചോദിച്ചു ഇവളെ എന്നെ വിളിച്ചു നമ്മളെ വരുത്തിയത് ഇവളുടെ കൈ കുറത്തം കയറി പിടിച്ചു ആ. ഒന്ന് അത് സാറേ, കേട്ടപ്പോ നമുക്ക് മനസ്സിലുണ്ടോ story- എന്റെ കൈ എനിക്ക് വറക്കുന്ന മനസ്സിലായി ഒരു എന്നെ വിറച്ചോണ്ടിരിക്കുകയാണ് സാറേ മനസ്സിലായി പക്ഷേ എന്റെ മാനസികാവസ്ഥയും കൂടെ ഒന്ന് ആലോചിക്കണം മനസ്സിലായി നമ്മള് ഒരാളെ വെറും ആസാക്കിയിട്ടല്ല നമ്മൾ തമാശ കണ്ടെത്തേണ്ടത് ആണോ അല്ല നിങ്ങൾ എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ എന്റെ പൊന്നനോ ഞാൻ ഇതിനകത്ത് നിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല സപ്പോർട്ട് ചെയ്യത്തില്ല ഒന്നുമില്ല ഞാൻ എന്തായാലും ഇതിനകത്ത് അങ്ങനെ പറയല്ലേ ഞാൻ ഇതിനകത്തൊന്നുമില്ല കേട്ടോ സാറേ, അങ്ങനെ പറയല്ലേ. നിങ്ങളല്ല ഇവള് വിളിച്ച പ്രകാരം ഞാൻ ഇവിടെ വന്നു. അവര് വന്നു. എല്ലാവരും എന്തൊക്കെയാണെങ്കിലും എല്ലാവരും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഒരുമാതിരി ആസാക്കി അല്ല ഞാൻ ഇല്ല ഇതിനകത്ത് വന്ന ചെലവ് എന്താന്ന് വെച്ചാൽ നീ കൊടുത്തോണം അനു ഞാൻ ഒരു കാര്യം പറയാം നീ നിന്റെ വേഷം കെട്ട് എന്റെ അടുത്ത് എടുക്കരുത് കേട്ടോ എന്താന്ന് വെച്ചാൽ അവർക്ക് ചെയ്തേ പറഞ്ഞിട്ട് പോകാൻ പറ്റൂലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം ഇന്ന് ഞങ്ങൾക്ക് അതിന്റെ പൈസ നമ്മള് നേരം വെളുത്ത് ആദ്യമേ ഒപ്പിട്ട് തന്നതാണ് തന്നതാണ്. എനിക്കറിയില്ല അല്ലെങ്കിൽ നമുക്കത് കേസായിട്ട് പോകാനേ പറ്റുള്ളൂ. പ്രശ്നമാണ് പക്ഷേ ഇതൊന്ന് ടെലികാസ്റ്റ് ചെയ്ത പൈസ കൊടുക്കേണ്ട സലാമിക്ക് അവിടെ എല്ലാം പൈസ അനു നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ അനുവാദം ഇല്ലാതെ അല്ലെ എന്റെ സമ്മതം ഇല്ലാതെ ഇവര് ഈ സാധനം ടെലികാസ്റ്റ് ചെയ്യുന്ന അനു നീ വിചാരിക്കുന്നുണ്ടോ സോറി ഞാനിനി അങ്ങനെ ഒരിക്കലും ഇല്ലല്ലോ. അനുവാദമില്ലാതെ ഒന്നും അപ്പൊ ഒരു ചെയ്യാതില്ല കാര്യം ചെയ്യ്. അനു എന്താന്ന് വെച്ചാൽ ചെയ്തു അങ്ങനെ പറയല്ലേ അനുമോൾ എന്താന്ന് വെച്ചാൽ ചെയ്തു അങ്ങനെ പറയല്ലേ സലാമിക്ക. ഒരു സ- ഇത് സഹോദരൻ. ഞാൻ സാറേ നമുക്ക് തിരിച്ച് ഇത്രയും രൂപയുടെ നഷ്ടം വന്നു കഴിഞ്ഞാൽ തിരിച്ചത് കമ്പനി തിരിച്ചടയ്ക്കേണ്ടതാണ് കാരണം ഇതിനു വേണ്ടി ഇത്രയും വണ്ടി എക്യുപ്മെന്റ്സ് ഏതാണ്ട് ഇപ്പത്തെ നിങ്ങൾ നോക്കണം 10, 20, 22ഓളം ആളുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇതൊന്നും അപ്പോൾ പറഞ്ഞ് ഇത്രയും പേരുടെ ഒരു മനസ്സിലാക്കേണ്ട സംഭവമാണ് നമ്മൾ കാര്യമില്ലല്ലോ. അത്രയും പ്രയാസപ്പെട്ടാണ് ഓരോ എപ്പിസോഡും ചെയ്യുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ല ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചാൽ വിഷയം വേറെ ഒന്നുമില്ല നമുക്ക് പൈസ കേസൊന്നും അല്ലല്ലോ സമ്മതിക്കത്തില്ലല്ലോ പ്ലീസ് അതെന്നോട് അങ്ങനെ ചെയ്യാൻ സലാമിക്കല്ലേ എനിക്ക് ആ ഞാൻ പൈസ NOC തന്നാലല്ലേ നിങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല ടെലികാസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക നിങ്ങൾ അനുതരും നിങ്ങളെ വിളിച്ചു പറ്റിയതാരാ മാനുവാ. സ്വാഭാവികമായിട്ട് സാമാന്യ രീതിക്ക് അനു മോറനും സാമാന്യ രീതിക്ക് നിങ്ങളെ വിളിച്ചു വരുത്തിയതാരാ അതിന്റെ നഷ്ടം ആരാ നടത്തേണ്ടത് അനു ആണല്ലോ ആണ്. നോക്കിയാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അതെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കുക ഇവിടെ എന്നെ വിട്ടാരെ അവരെ വിടല്ലേ അവരെ വിളിച്ചോടെ അവരെ വിളിച്ചു മാഷെ നിങ്ങൾ നിങ്ങൾ സംസാരിച്ചത് ക്ലിയർ ചെയ്ത് സംഭവം നമുക്ക് എന്താണെന്ന് വെച്ചാൽ പോവാം നമുക്ക് അങ്ങനെ അനു നമ്മളത് ഞാൻ അനു ഒരു മിനിറ്റ് എന്റെ മുഖത്ത് നോക്കൂ അങ്ങനെ പറയാതെ നിങ്ങളെ വിളിച്ച ഞാനല്ല അല്ല. അത് നിങ്ങൾ അത് മനസ്സിലാക്കണം നിങ്ങളെ വിളിച്ച നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ എന്റെ വൈഫിന്റെ കയ്യിൽ എന്റെ ഭാര്യയുടെ കയ്യിൽ ഒരുത്തം കയറി പിടിച്ചു എന്ന് പറഞ്ഞപ്പം ആ ഒരു ഇത് ഇൻസ്പിറേഷനിലാണ് ഞാൻ ഇവിടെ ഓടി വരുന്നത് ആ ഒരു ഹീറ്റിലാണ് ഞാൻ ഇവിടെ ഓടി വരുന്നത് ഈ ഇവിടെ വന്നിട്ട് പറയാണ് ഇത് പ്രാങ്കാണെന്ന് പറഞ്ഞു അതിനകത്ത് അവസ്ഥ ഒന്ന് ആലോചിക്കുക നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ എനിക്ക് അത്രയും പൈസ കൊടുക്കാനില്ല സലാമിക്ക നിങ്ങളൊന്ന് സമ്മതിക്കും ഇപ്പൊ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും പെട്ടെന്നാവട്ടെ ഞങ്ങൾക്ക് ഒന്നാമത് ഇന്നത്തെ ഒരു ദിവസം പോയി പക്ഷെ നിങ്ങൾ റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് ചെയ്യാൻ പോകുന്നത് ആവശ്യപ്പെടത്തില്ല ഞാൻ വേറെ ഒന്നും ഞാൻ ചോദിക്കത്തില്ല സലാമിക്ക നിങ്ങൾ സമ്മതിക്കും പ്ലീസ് എന്റെ പൈസ കൊടുക്കാനില്ല എല്ലാരും നോക്കി നിൽക്കുന്നു ഒരു 10,000 കൊടുത്തു തരൂ നിങ്ങളുടെ നഷ്ടം എത്രയാ നമ്മൾ 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ
ഇത് മാറ്റാം 1.5 ലക്ഷം രൂപ എന്നാ ഇപ്പൊ ചെയ്യുന്നത്? നീ പറ്റിപ്പോയി. ഞാനൊന്നൊരു കാര്യം ചെയ്യാം, എന്നാ ടെലികാസ്റ്റ് ചെയ്യാം. ഞാൻ സമ്മതിക്കാം. സമ്മതിക്കാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതിപ്പോ നടന്ന എന്തോ പരിപാടിയാണ്? ഇത്രയും നിങ്ങൾ എന്താ പ്രാങ്കല്ലേ, ഇവിടെ പ്രാങ്ക് ചെയ്തല്ലേ? അപ്പൊ നിങ്ങൾ പറ, ഇത് ഓ മൈ ഗോഡ് ആണെന്ന് പറ. ഇത് കൗമുദി ഇത് കൗമുദി ചാനലിന്റെ ഓ മൈ ഗോഡ് എന്ന പ്രോഗ്രാമാണ്. അതിൽ നിന്നെ പ്രാങ്ക് ചെയ്താണ് ഞാൻ. നിങ്ങളെ വിളിക്കുന്ന സമയം മുതൽ ഇതേ അവിടെ ഞങ്ങൾ ഓഫീസിലുണ്ട്. കൗമുദിയുടെ ഓഫീസിൽ ഇരുന്ന് നിങ്ങൾ ഞങ്ങളെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പുള്ളി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എന്തായി ഏതായി സമയത്ത് ആളവിടെ ഇരിക്കുവാ. അതേ സംഭവം അറിയോ? ഇതാ ഇവിടെ മൈക്ക് വെച്ചിരിക്കുകയാണ് ഇവിടെ. നിങ്ങൾ ഈ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വിളിച്ച് നിങ്ങളെ സൗകര്യം വിളിക്കുന്നില്ലേ? അത് ഞങ്ങളുടെ ഓഫീസിൽ ആളിരുന്നിട്ടാ വിളിപ്പിക്കുന്നത്. വിളിച്ച് പറയിപ്പിച്ചതാണെങ്കിലേ വിശ്വസിക്കോളെന്ന് പറഞ്ഞു. എന്നാ സോറി കേട്ടോ. അല്ല, അത് ഞാൻ ശരിക്കും പേടിച്ച് എല്ലാത്തിനും എന്റെ കൂടെ നിൽക്കുന്ന ആളെ പെട്ടെന്ന് ഇരുന്നപ്പോ ഞാൻ ഓർത്ത് പറഞ്ഞു ഇത് രണ്ട് സംഭവം അറിയോ? വന്നപ്പോൾ ആള് പറഞ്ഞല്ല ഈ പ്രോഗ്രാം കാണുമെന്ന് പറഞ്ഞു. നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. അപ്പൊ ആണ് സാർ സാബുചേട്ടനും കൂടെ ഇതിനെ തിരിച്ചു മാറ്റിയത്. അല്ലെങ്കിൽ നടക്കൂല. നോർമലി നിങ്ങളെ പറ്റിച്ച് നമ്മൾ പോകുമായിരുന്നു. അല്ല പ്രദീപ് സാർ, വേറെ വിഷയമുണ്ട്. ഇന്നോളം ഇറങ്ങിയിരിക്കുന്ന എല്ലാ പ്രോഗ്രാമും ഉണ്ടോ നിങ്ങളുടെ എല്ലാ എപ്പിസോഡും പൊട്ടി ഇരുന്ന് കാണുന്നു. എന്റെ മോനുണ്ട്, അവനൊരു 5.5 വയസ്സ് 5 വയസ്സുണ്ട്. അവനും പറയും പാങ്ക്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം, ദീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.